സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 75 ദിവസം 75 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എന്നുള്ളതാണ്. അതിനകത്തെ 6ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ പറയണം, സ്വന്തമായിട്ട് മനസ്സിലല്ലെങ്കിൽ ഉറക്കെ അങ്ങോട്ട് വിളിച്ച് പറയുക. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഉദാഹരണം പറയണം, ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് വേണം ഇനി തൊട്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഫ്ലുവൻസി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ എന്താ പറയുകയാണ്, ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് 2 സെക്കൻഡ് തരാം. Correct. Today we are talking about social media and the internet. ഇവിടെ VR എന്നുള്ളതാണ്, അതാണ് ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. അപ്പോൾ നമ്മൾ ടെൻസുകളൊക്കെ സംസാരിച്ചാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മിണ്ടത്തേയില്ല. ഇന്ന് നമ്മളിപ്പോൾ ഒരുപാട് സമയം ഇൻ്റർനെറ്റിൽ ചെലവഴിക്കാറുണ്ട്, പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ. അതാണ് പറയുന്നത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചല്ലേ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കറക്റ്റ്. നൗഡേയ്സ്, ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അല്ലേ, നൗഡേയ്സ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ദി ഇൻ്റർനെറ്റ്, എസ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയ സൈറ്റ്. ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, നൗഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ ഓൺ ദി ഇൻ്റർനെറ്റ്. ശ്രദ്ധിക്കുക, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺ ഉപയോഗിച്ചാണ് പറയുന്നത്. ഓൺ ദ ഫേസ്ബുക്ക്, ഇൻ ദ ഫേസ്ബുക്ക് അല്ല, ഓൺ ദ ഫേസ്ബുക്ക്. അപ്പോൾ യൂട്യൂബിൽ ഓൺ ദി യൂട്യൂബ്, ഇൻ്റർനെറ്റിൽ ഓൺ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, അതാണ് എസ്പെഷ്യലി, പ്രധാനമായിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എസ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയ സൈറ്റ്സ്. നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ സമയത്ത്, യുഗം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് സമയം എന്ന് എഴുതിയത്, ആണ് ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ ഏജ്. എല്ലാം ഡിജിറ്റലാണ് അല്ലേ, എല്ലാം ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ എന്നും ഇൻ്റർനെറ്റിൽ കയറാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിലില്ല. ഓക്കെ, ആരും നിങ്ങളെ ഫോൺ വിളിച്ചു, നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിലുണ്ടോ? അയ്യോ ഇല്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് പറയണം, ഞാൻ എന്നും ഇൻ്റർനെറ്റ് കയറാറുണ്ട്. കറക്റ്റ്. ഐ ഗോ ഓൺലൈൻ എവ്രി ഡേ. ഞാൻ ഇപ്പോൾ ഓൺലൈനിലാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. ഐ എം ഓൺലൈൻ റൈറ്റ് നൗ, അല്ലെങ്കിൽ ഐ എം സർഫിങ് ദി നെറ്റ്, അല്ലെങ്കിൽ ഐ എം സർഫിങ് ദ ഇൻ്റർനെറ്റ്. സർഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരയുക, അല്ല അതിൻ്റെ അകത്തോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് സർഫിങ് എന്നുള്ളത്. ഐ എം ഓൺലൈൻ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലാണ് അല്ലേ. ഐ എം ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇൻ്റർനെറ്റിൽ അല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഈസ് ഓൾവേസ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഓൺലൈനാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വിളിച്ചത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കറക്റ്റ്. ഐ എം ഗൂഗിളിങ് സംതിങ്. ഓക്കെ, ഇതെന്താണ്? ഐ എം സെർച്ചിങ് സംതിങ് ഓൺ ദി ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ എന്താണ്, നമ്മൾ ഇൻ്റർനെറ്റ് തിരയാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത്? ഗൂഗിളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പുതിയതായിട്ടൊരു വാക്കാണ് വന്ന ഒരു വാക്കാണ് ഗൂഗിളിംഗ് എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം, അത് ചുമ്മാ അങ്ങ് ഇൻ്റർനെറ്റ് തിരഞ്ഞാൽ പോരെ എന്നങ്ങനെ ചോദിക്കും. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഐ എം സെർച്ചിങ് സംതിങ് ഓൺ ദി ഇൻ്റർനെറ്റ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോഴും ഗൂഗിളിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർനെറ്റിലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇൻ്റർനെറ്റിൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് അത് പറയണം അല്ലേ. ഐ എം വാച്ചിങ് എ മൂവി ഓൺ ദി ഇൻ്റർനെറ്റ്. ഇപ്പോഴേ നിങ്ങൾ പറയണം, ഞാനൊരു ഇംഗ്ലീഷ് ക്ലാസ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ പറയണം കേട്ടോ. ഐ എം വാച്ചിങ് ആൻ ഇംഗ്ലീഷ് ക്ലാസ് ഓൺ യൂട്യൂബ്, അല്ലെങ്കിൽ ഐ എം വാച്ചിങ് എ വീഡിയോ ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തൊട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് പറയണം, വാച്ചിങ് എ വീഡിയോ ഓൺ യൂട്യൂബ് എന്ന് നമ്മളോട് തന്നെ പറയണം. ഞാനത് ഇൻ്റർനെറ്റിലാണ് കണ്ടത്, അല്ലെങ്കിൽ ഞാനത് ഇൻ്റർനെറ്റിലൂടെ കണ്ടുപിടിച്ചു. കറക്റ്റ്. ഐ സോ ഇറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഞാനത് ഇൻ്റർനെറ്റിലാണ് കണ്ടത്. ഐ ഫൗണ്ട് ഇറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഞാൻ ഇൻ്റർനെറ്റിലാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലാണ് കണ്ടതെന്ന് പറഞ്ഞാലും അതിനെ. യു ക്യാൻ ഫൈൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. ഓൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അറിവുകളും നമുക്ക്. നീ ആ സിനിമ ഡൗൺലോഡ് ചെയ്തോ? ഇല്ല, ഞാനത് ഇൻ്റർനെറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഡിഡ് യു ഡൗൺലോഡ് ദാറ്റ് മൂവി? നീ ആ മൂവി ഡൗൺലോഡ് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ ചെയ്തോ എന്നാണ് അർത്ഥം. നോ, ഐ എം സ്ട്രീമിങ് ഇറ്റ് ത്രൂ മൈ ബ്രൗസർ. ഓക്കെ, ഐ എം സ്ട്രീമിങ്. സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഓൺലൈനിലായിട്ട് അന്നേരം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ട്രീമിങ് എന്ന് പറയുന്നത്. ഐ എം വാച്ചിങ് ഇറ്റ് ത്രൂ മൈ ബ്രൗസർ. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏത് വെബ്സൈറ്റ് ആണ് എന്ന് നമ്മൾ ചോദിക്കും. വാട്ട് വെബ്സൈറ്റ്? ഓക്കെ, ഏത് വെബ്സൈറ്റിലാണ് നീ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ വെബ്സൈറ്റ് അഡ്രസ്? ഏതാണ് അതിൻ്റെ അഡ്രസ്? യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിലാണ് അല്ലെ, www.youtube.com നമുക്കാണെങ്കിൽ പറയാം. ഞാൻ ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യണോ കാണാൻ വേണ്ടി? ആ യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. ഐ നെവർ യൂസ്ഡ് ഇറ്റ്. ഡു വി ഹാവ് ടു സൈൻ അപ്പ്?
ഓക്കെ, എന്താണ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് പറയേണ്ട ഒരു കാര്യം? ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ സൈനപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മൾ ഇൻ്റർനെറ്റിൽ സൈറ്റിൽ പോയാൽ അവിടെ സൈനപ്പ് എന്നും സൈൻ ഇൻ എന്നും 2 ബട്ടൺ ഉണ്ടല്ലേ. സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, അകത്തേക്ക് കയറാൻ വേണ്ടി യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. സൈൻ അപ്പ് എന്താണ്? രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് കാണാൻ വേണ്ടി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡു വി ഹാവ് ടു അല്ലെങ്കിൽ ഡു ഐ ഹാവ്? നോ, യു ഡോണ്ട് നീഡ് ടു സൈൻ അപ്പ്. ഓക്കെ, നീ സൈൻ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പുട്ട് ദ URL എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സ് www.youtube.com അത് എൻറ്റർ ചെയ്താൽ മതി. ഓർ സെർച്ച് ഇറ്റ് ഓൺ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ദെൻ ഇറ്റ് കംസ് അപ്പ്, ഇത് വരും, അത് സെർച്ചിൽ വന്നുകൊള്ളും എന്നാണ്. ഇറ്റ് കംസ് അപ്പ്. ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഫേസ്ബുക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച ഒരു സെൻറ്റൻസ് എങ്കിലും താഴെ കമൻറ്റിൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഐ യൂസ് സോഷ്യൽ മീഡിയ ഐ ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും എന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് ഫേസ്ബുക്ക് ഈസ് മൈ ഫേവറേറ്റ്. അതിൽ ഫേസ്ബുക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദർ ആർ ലോഡ് ഓഫ് സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഔട്ട് ദെയർ ആൻഡ് ഫേസ്ബുക്ക് ഈസ് മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പുതിയതായിട്ടൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഐ ആം ജസ്റ്റിൻ തോമസ് എന്നാണ് അതിൻ്റെ പേര്. അല്ലെങ്കിൽ www.facebook.com/I am Justin Thomas. ആ സ്പേസ് ഒന്നുമില്ല കേട്ടോ, അത് ഒന്നിച്ചെഴുതണം. അതാണ് എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്രസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ നമുക്ക് വേറൊരു പേജ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് വേണ്ടി, അത് മാറ്റിയിരിക്കുകയാണ്, പുതിയൊരു പേജാണ്. അപ്പോൾ ആ പഴയ പേജ് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ പേജ് ലൈക്ക് ചെയ്യാൻ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ലോൾ എന്നൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ മയോബ് എന്നൊക്കെ പല രീതിയിലുള്ള നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ടല്ലേ. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ലോളം നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും പാഠം 254 വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി ഒന്ന് കാണുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ നിർബന്ധമായി എല്ലാ ദിവസവും പടങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞാൻ നിർബന്ധമായിട്ടും എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് എങ്ങനെ പറയും? ഐ ഡു പോസ്റ്റ് പിക്ചേഴ്സ് എവറി ഡേ ഓൺ സോഷ്യൽ മീഡിയ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ പോസ്റ്റ് പിക്ചേഴ്സ് എവറി ഡേ ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പോരെ, മതി, അങ്ങനെ പറഞ്ഞാലും മതി. പക്ഷേ എന്തിനാ ഡു പോസ്റ്റ് എന്നിട്ടു? ഡു പോസ്റ്റ് ഈസ് ഡു പ്ലസ് V1 = V1 തന്നെയാണ് അല്ലേ. ഡു പ്ലസ് പോസ്റ്റ് = പോസ്റ്റ് തന്നെയാണ്. അപ്പോഴതുപോലെ എന്തിനാണ് നമ്മളൊരു കാര്യം എംഫസിസ് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ അങ്ങനെ ചെയ്യും എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി, ഞാൻ നിർബന്ധമായും അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഡു നമ്മൾ ഉപയോഗിച്ചത്. ഐ ഡു കുക്ക് ഫുഡ് എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്യും, നിർബന്ധമായിട്ട് ഞാനത് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊന്നും ആ കുക്ക് ചെയ്യും എന്നുള്ളതൊന്ന് ശക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ ഡു എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീ ആണെങ്കിലോ ഹീ ഡസ് എന്നാണ് പറയേണ്ടത് അല്ലേ. ഹീ ഡസ് പോസ്റ്റ് പിക്ചേഴ്സ് എവറി ഡേ ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറയുകയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്നാണ്. നീ തന്നെയാണോ ആ പടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്? അത് ആരെങ്കിലും നിന്നെ സഹായിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ സഹായിക്കാറുണ്ടോ? ഏത് പടങ്ങൾ? ഇപ്പം ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നില്ലേ പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ, നീ തന്നെയാണോ ആ പടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? കുറച്ച് ഗ്രാഫിക്സും ഒക്കെ എങ്ങനെ ചോദിക്കും നമ്മൾ? കറക്റ്റ്. ഡു യു മേക്ക് ദീസ് പിക്ചേഴ്സ് യുവർ സെൽഫ് ഓർ സമ്മൺ ഈസ് ദെയർ ടു ഹെൽപ്പ് യു? യെസ്, ഐ മേക്ക് ഇറ്റ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് എന്നാണ് അവിടെ മൈസെൽഫ് കൊണ്ട് അർത്ഥം. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് മൈസെൽഫ് ജസ്റ്റിൻ തോമസ്. ഓക്കെ, എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് എന്നാണ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ എന്നാണ് മൈസെൽഫിൻ്റെ അർത്ഥം. അപ്പോൾ മൈസെൽഫ് ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ല. ഐ ആം ജസ്റ്റിൻ തോമസ് എന്നുള്ളതാണ് ശരി. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പറയാറുണ്ടല്ലോ മൈസെൽഫ് ജാക്സൺ എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ഉപയോഗിക്കരുത്. ഐ ആം അല്ലെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറയാവുള്ളൂ. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ വേറെയാണ് അല്ലേ. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഞങ്ങൾക്ക് കുറച്ച് ഇൻ്റർനെറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കണക്ഷനേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടല്ലോ 1 GB അല്ലെങ്കിൽ 1.5 GB ഒക്കെ ഉള്ളൂ എന്ന് പറയാറില്ലേ. അല്ലെ ഞങ്ങളുടെ കണക്ഷൻ വളരെ സ്ലോ ആണ് എന്നൊക്കെ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? വി ഹാവ് എ ലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആക്സസ്. വി ഹാവ് ഗോട്ട് എ ലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞാലോ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കണക്ടിവിറ്റി ഉള്ള എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കൻ ഇംഗ്ലീഷിൽ ഹാവ് ഗോട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഹാവ് ആണെങ്കിലും മതി, ഹാവ് ഗോട്ടിൻ്റെ ആവശ്യമില്ല. വി ഹാവ് എ ലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞാലും മതി. ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? വി ഹാവ് ആൻ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആക്സസ്. വി ഹാവ് എ സ്ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ വി ഹാവ് ഗോട്ട് എ സ്ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ വളരെ സ്ലോ ആണ്. ഇനി നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇവിടെ കണ്ടല്ലേ, ഇൻ്റർനെറ്റ് കൂടെയാണല്ലോ ഇപ്പോഴേ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ്, അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കാൻ വേണ്ടി പറ്റും? ഈസ് ഇറ്റ് പോസിബിൾ ടു ടേക്ക് ലേണേഴ്സ് ടെസ്റ്റ് ഓവർ ദ ഇൻ്റർനെറ്റ്? അവിടെ ടേക്കിന് പകരം അറ്റൻഡ് വേണമെങ്കിൽ പറയാം, സിറ്റ് ഫോർ എന്ന് വേണമെങ്കിലും പറയാം.
റൈറ്റ് എന്നുള്ളത് പറയാറില്ല, നമ്മളത് റൈറ്റ് എക്സാം എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് അല്ലേ. അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ തന്നെ ചെയ്തിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇനി അവൻ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈലിന് അടിമയാണ്. നമ്മളിപ്പോൾ എത്രയും ഇൻ്റർനെറ്റ് കണ്ടല്ലോ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനൊരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈലിന് ഗെയിമിന് അടിമയാണ് എന്നങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഹീ ഈസ് എ സൈബർ അഡിക്റ്റ്, അല്ലെങ്കിൽ ഹീ ഈസ് ആൻ ഇൻ്റർനെറ്റ് അഡിക്റ്റ്, അല്ലെങ്കിൽ ഹീ ഈസ് എ മൊബൈൽ അഡിക്റ്റ്, ഹീ ഈസ് എ ഗെയിം അഡിക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ സൈബർ അഡിക്ഷൻ എന്ന് പറയാം, ഓൺലൈൻ അഡിക്ഷൻ എന്ന് പറയാം, ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സിഗരറ്റിന് അടിമ എന്ന് നമ്മൾ പറഞ്ഞു, അഡിക്റ്റ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴേ പറഞ്ഞുകൊണ്ട് മനസ്സിലല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.